നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു സിലബസ് ഒക്കെ തന്ന് നമ്മൾ കൃത്യമായിട്ടൊക്കെ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, ഗ്രാമർ ഉണ്ട്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് യഥാർത്ഥ റൂൾസ് എന്താണ്, എങ്ങനെയാണെന്ന് പലപ്പോഴും നമ്മുടെ തലയിൽ നിൽക്കാറില്ല എന്നുള്ളതാണ്. പല സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ റൂൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ അതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. പലപ്പോഴും നമ്മുടെ ഓപ്ഷൻസിൽ വരുന്നതായിട്ടുള്ള വേർഡുകൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പകർത്തി എഴുതിയിട്ട് അതിൽ നമ്മുടെ മനസ്സിന് സുഖം കിട്ടുന്ന ഒരു ഓപ്ഷൻ ഏതാണോ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന രീതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ് ഷീ ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഷീ ആർ എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാണല്ലേ ഷീ ആർ എ ഗുഡ് ഗേൾ എന്ന് പറയില്ല സാർ, അതൊരു എന്തോ ഒരു വശപ്പശകുണ്ട്, ശരിയല്ല. ഷീ ഈസ് എന്ന് പറയുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് വരണേന്ന് പറയും. എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് പറയാനായിട്ട് പറ്റാതെ എന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കേണ്ട സംഭവമൊന്നല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഏറ്റവും ഈസി ആയിട്ടും നമുക്ക് ഏറ്റവും രസകരമായിട്ടും പഠിക്കാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷ് നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ മത്സര പരീക്ഷകളിൽ. അപ്പൊ അതിന് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ കാണാപ്പാഠം പഠിക്കരുത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പഠിക്കാനായിട്ട് പാടില്ല. പകരം എന്താണ്, അത് മനസ്സിലാക്കി പഠിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് നടത്താവുന്നതാണ്. അപ്പൊ എന്റെ ഒരു സാധാരണ ഞാൻ എടുക്കുന്ന ഒരു ശൈലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറെ റൂളുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. മിക്സ് ചെയ്ത് കുറെ റൂൾസ് പറയും. റൂൾസ് ഒന്നും കാണാപ്പാടെ നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ഓരോ റൂളും ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് ഹൃദയസ്ഥമാവും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നും എന്തുകൊണ്ടാണ് തെറ്റായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു 150ഓളം റൂളുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന ഭാഗം നമുക്ക് സ്വായത്തമാക്കാവുന്നതാണ് അല്ലെ. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കേണ്ട ആവശ്യകത എന്താണ്? സാധാരണ ഒരു PSC എക്സാം ഒക്കെ പോലെയൊന്നും അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ആയിട്ട് SSCക്ക് ചോദിക്കാറില്ല. പക്ഷെ SSCയിൽ മെയിൻ ആയിട്ട് വരുന്ന സംഭവമുണ്ട്, സ്പോട്ട് ദ എറർ എന്ന് പറയുന്ന ഒരു ഭാഗം വരും. അതായത് നമുക്കിപ്പോ ഒരു സെന്റൻസ് തന്നിട്ട് ഒരു എക്സാമ്പിൾ ഒരു സെന്റൻസിൽ ഒരു 8 വാക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. 8 വാക്കുകള് 2 വാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ 2 വാക്കിന്റെ അടിയിൽ A എന്നിടും, രണ്ടാമത്തെ വാക്കിന്റെ അടിയിൽ B ഇടും, പിന്നത്തെ രണ്ടാമത്തെ വാക്കിന്റെ അടിയിൽ C ഇടും, ലാസ്റ്റത്തെ രണ്ടാമത്തെ വാക്കിന്റെ 2 വാക്കുകളുടെ അടിയിൽ D ഇടും. എന്നിട്ട് നമ്മളോട് പറയും ഈ കാണുന്നതിൽ ഏതോ ഒന്ന് തെറ്റായിട്ടുണ്ടെന്ന് പറയും. അപ്പൊ A ആണോ B ആണോ C ആണോ D ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കുത്തണം നമ്മൾ. പക്ഷെ പലപ്പോഴും നമുക്ക് ഇതിൽ ഏതാ തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ തപ്പുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കത്തുള്ള ഒരു ധാരണ എനിക്കുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് രസകരമായിട്ട് നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് ക്ലാസ് എടുത്തു പോവാം. അപ്പൊ ആദ്യം എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസിൽ പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട 3 കാര്യങ്ങളാണ്. എല്ലാ സെന്റൻസിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എങ്കിലും ഒരു സെന്റൻസിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ്. നോക്കിക്കോളൂ, ഞാൻ പറയാണ് കേട്ടോ. ഷീ ഈറ്റ്സ് ഫുഡ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു സാധാരണഗതിയിലുള്ള ഒരു സെന്റൻസ് ആണ്. ഷീ ഈറ്റ്സ് ഫുഡ്. 3 വാക്കുകളുണ്ട്. ഈ 3 വാക്കുകൾക്കും വെവ്വേറെ അർത്ഥങ്ങളാണ് വരുന്നത്. വെവ്വേറെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീ എന്ന് പറയുന്നതിനെ നമ്മൾ എന്തായിട്ടാണ് പറയാ? ഷീ എന്ന് പറയുന്നതിന് നമ്മൾ സബ്ജക്ട് എന്ന് നമ്മൾ പറയും. ഈ ഫുഡ് എന്നുള്ളതിനെ നമ്മൾ എന്തായിട്ട് പറയും? നമ്മൾ ഓബ്ജക്റ്റ് എന്ന് നമ്മൾ പറയും. ഈ ഈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെർബാണ്. അപ്പൊ എന്താണ് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സബ്ജക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പ്രവൃത്തി എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ആ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അവളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വ്യക്തിനെ നമ്മൾ എന്ത് പറയുന്നത്? നമ്മളെ സബ്ജക്ട് എന്ന് നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. ഇനി ഒരു പ്രവൃത്തി എവിടെയാണോ എത്തി നിൽക്കുന്നത് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഓബ്ജക്ട് എന്ന് നമ്മൾ പറയുന്നു. ഈ ഓബ്ജക്ട് എന്ന് പറയുന്നതും സബ്ജക്ട് എന്ന് പറയുന്നതും ജീവനുള്ള വസ്തുവാവാം, ജീവനില്ലാത്ത വസ്തുവാവാം, അതിലൊന്നും പ്രശ്നം വരുന്നില്ല. അപ്പൊ ആരിൽ നിന്നാണോ തുടങ്ങുന്നത് അവൻ സബ്ജക്റ്റ് ആണ്, ആരിലേക്ക് എത്തിച്ചേരുന്നു അവൻ ഒബ്ജക്റ്റ് ആണ്. അതേപോലെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നമ്മുടെ സബ്ജക്ട് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ആ പ്രവൃത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് വെർബ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് പ്രവൃത്തി ചെയ്യണേ? ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ ചെയ്യണേ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ നമ്മൾ വെർബ് എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ ആണ്? ഈ സംഭവം എല്ലാവർക്കും അറിയാലോ. ഒരു സെന്റൻസിൽ സബ്ജക്ട് ഉണ്ടായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും,
ഒബ്ജക്ട് ഉണ്ടായിരിക്കും. എല്ലാ കേസിലും ഒബ്ജക്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി ചില റൂൾസ് ഉണ്ടെന്നുള്ളതാണ്. റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്ട് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മുടെ വെർബ് ഉണ്ടാവാനായിട്ട്. അതായത് നമ്മുടെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. നമ്മുടെ സബ്ജക്ട് പ്ലൂരൽ ആണെങ്കിൽ നമ്മുടെ വെർബ് എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഷീ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ, ഒറ്റ ആളേ ഉള്ളൂ. അയാളെ നമ്മൾ സിംഗുലർ സബ്ജക്ട് എന്ന് പറയുന്നു. സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ വെർബ് ഇവിടെ ഏതാ വരേണ്ടത്? ഞാൻ നമുക്കിപ്പോ രണ്ട് ഓപ്ഷൻ തരികയാണ്. ഈറ്റ് എന്നും ഈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏത് വേണം എഴുതാനായിട്ട്? നിങ്ങൾ ഈറ്റ്സ് എന്ന് വേണം എഴുതാനായിട്ട്. അതായത് ഒരു വാക്കിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർന്ന് വരുന്ന വെർബുകളെ നമ്മൾ എന്തായിട്ട് പറയാം? ഇതിനെ നമ്മള് സിംഗുലർ വെർബ് എന്നാണ് നമ്മൾ പറയാം നമ്മൾ കേട്ടോ. അപ്പൊ ഈറ്റ്സ് അല്ലെങ്കിൽ സ്ലീപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എസ് വെച്ച് അവസാനിക്കുന്ന ക്രിയകളൊക്കെ എന്താണ്? സിംഗുലർ ഫോമിലുള്ള വെർബാണ്. ഇനി എസ് വെച്ച് അവസാനിക്കാതെ നോർമൽ ആയിട്ട് നമ്മൾ കാണുന്നില്ലേ, ഐ പ്ലേ അല്ലെങ്കിൽ ഷീ ഈറ്റ്, ഷീ ഡ്രൈവ് അല്ലെങ്കിൽ ഷീ സ്ലീപ്പ് എന്നൊക്കെ പറയുമ്പോൾ, ഷീ സ്ലീപ്പ് അല്ല ദേ സ്ലീപ്പ് എന്നൊക്കെ പറയുമ്പോൾ എസ് വെച്ച് അവസാനിക്കാതെ വരുന്നതായിട്ടുള്ള വെർബുകളെ നമ്മൾ എന്തു പറയും? നമ്മള് പ്ലൂരൽ വെർബുകൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് ഏതാണ്? ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റിന് എന്താണ് വെർബ് വേണ്ടത്? സിംഗുലർ ഫോമിലെ വെർബ് വരണം. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് യൂസ് ചെയ്തു? ഞാൻ ഈറ്റ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇത് ക്ലിയർ ആയേ? ഓക്കെ, ഇനി ഞാൻ പറയാണ് ദേ ഡാഷ് ഫുഡ് എന്ന് പറയാണ്. ദേ ഡാഷ് ഫുഡ്. ഈറ്റ്സ് ആണോ വരിക? ഈറ്റ് ആണോ വരിക? ദേ ഡാഷ് ഫുഡ്. ഈറ്റ് ആണോ വരിക? ഈറ്റ്സ് ആണോ വരിക? തീർച്ചയായിട്ടും ദേ എന്ന് പറയുന്നതാണ് സബ്ജക്ട്. ദേ എന്ന് പറയുന്ന സബ്ജക്ട് പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ നമ്മുടെ വെർബ് എന്ത് വരണം? വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഈറ്റ് എന്ന് പറയുന്നതാണ് അല്ലെ നമ്മുടെ പ്ലൂരൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ദേ ഈറ്റ് ഫുഡ് എന്ന് പറയുന്നു. അപ്പൊ ഈ റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റിന് അനുസൃതമായിരിക്കണം നമ്മുടെ വെർബ് എന്ന് പറയുന്നത്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്ട് പ്ലൂരൽ ആണെങ്കിൽ വെർബ് പ്ലൂരൽ ആയിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആണ്? അപ്പൊ ഞാൻ പറയാണ് ദേ ഡാഷ് പ്ലേയിങ്. ദേ ഡാഷ് പ്ലേയിങ്. ഈസ് ആണ് വരിക, അവിടെ ആറാണ് വരിക. ദേ ഡാഷ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഈസ് ആണ് വരിക, ആറാണ് വരിക. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരൽ സബ്ജക്റ്റ് ആണ് അല്ലെ, അവർ എന്നാണ് അർത്ഥം വരുന്നത്. പ്ലൂരൽ സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ പ്ലൂരൽ ഫോമിലുള്ള വെർബ് വേണം വരാനായിട്ട്. അപ്പൊ ഏതൊക്കെയാണ്? ആറ്, വേറെ എന്നൊക്കെ പറയുന്നതാണ് പ്ലൂരൽ ഫോമിലെ വെർബ് വരുന്നത്. ഈസ് വാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് വാസ് ഒക്കെ സിംഗിൾ ഫോമിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരണം? ദേ ആർ പ്ലേയിങ് എന്ന് പറയണം. ഈ ദേക്ക് പകരം ഹീ ആയിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു? ഈ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു? നമ്മള് ഈ ഡാഷ് പ്ലേയിങ് എന്ന് പറയുമായിരുന്നു? ഈ ഈസ് പ്ലേയിങ് എന്ന് നമ്മൾ പറയുമായിരുന്നു. കാരണം ഹീ എന്ന് പറയുന്നത് സിംഗുലർ ഫോമിലുള്ള സബ്ജക്റ്റ് ആണ്. ഇനി ദേക്കും ഹീക്കും പകരമായിട്ട് ഞാൻ ഐ ആണ് പറയുന്നത് വിചാരിക്കുക. ഐ ഡാഷ് പ്ലേ, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഞാൻ ഐ എന്ന് പറയുന്നത് ഒരാളാണ്, ഒറ്റ വ്യക്തിയാണ്. അപ്പൊ ഐ ഈസ് പ്ലേയിങ് എന്ന് പറയാനായിട്ട് പറ്റുമോ? പറയാൻ പറ്റില്ല. ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആം എന്ന് പറയുന്ന വേർഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഐ ആം പ്ലേയിങ് എന്ന് വേണം പറയാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 2 ക്ലാസ് കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. 2-3 ക്ലാസ് കൊണ്ട് ഈ ഒരു ഭാഗം പറഞ്ഞു തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ക്ലിയർ ആണ്? ഇത്ര ഭാഗം മനസ്സിലായോ? ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റുകളെ തന്നെ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്നും സെക്കൻഡ് പേഴ്സൺ എന്നും തേർഡ് പേഴ്സൺ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ആരാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്? ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലെ. ഒരു പ്രവൃത്തി എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെയൊക്കെ നമ്മൾ എന്ത് പറയും? നമ്മള് ഫസ്റ്റ് പേഴ്സൺ പ്രൊണൗൺസ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്ട്സ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പ്രൊണൗൺസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ ഐയും വിയും ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി എന്താണ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്? സെക്കൻഡ് പേഴ്സൺ പ്രൊണൗൺസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യം, അതായത് ഫസ്റ്റ് പേഴ്സൺ പറയുന്ന കാര്യം ആരോടാണോ പറയുന്നത് അയാളെ നമ്മൾ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെ. ഞാനൊരു രഹസ്യം ആരോടായിരിക്കും പറയാ? ഞാൻ നിന്നോട് പറയുന്നു. ഓക്കെ, ഇപ്പൊ നയനുണ്ട്, ഞാൻ നയനോട് പറയാണ്. എന്താണ് നയനോട് പറയണത്? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ രാകേഷ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ നയനോട് പറയാണ്, നയന
ആ രാകേഷ് എന്ന് പറയുന്ന പയ്യൻ അവൻ മോശം പയ്യനാണ്, അവനില്ലേ അവൻ ശരിയല്ലാട്ടോ എന്ന് പറയാണ്. ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഈ കാര്യം കേൾക്കുന്നതായിട്ടുള്ള യു, നീ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? നീ സെക്കൻഡ് പേഴ്സൺ ആണ് കേട്ടോ. അപ്പോ സെക്കൻഡ് പേഴ്സൺ ആണ് യു വരുന്നത്. ഇനി ആരാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്? തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരെ കുറിച്ചാണോ പറയുന്നത് അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെ. ആരെ കുറിച്ചാണ് നമ്മൾ നോർമലി നമ്മൾ പറയാ? നമ്മള് അവൻ, അവൾ, അവർ, അത് എന്നൊക്കെ പറയില്ലേ, അവരല്ലേ തേർഡ് പേഴ്സൺ അല്ലെ. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ആണ് തേർഡ് പേഴ്സൺ. ഇനി അവൾ എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അവൾ ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ആണ് തേർഡ് പേഴ്സൺ. അവർ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആണ് അല്ലെ, ദേ ആണ്. ഇനി ഞാൻ പറയാണ് അത് ശരിയല്ല കേട്ടോ എന്ന് പറയാം. എന്തിനാണ് നമ്മൾ അത് എന്ന് പറയാ? നമ്മള് ജീവനില്ലാത്ത വസ്തുക്കളെയോ അല്ല എങ്കിൽ മൃഗങ്ങളെയൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി, പക്ഷികളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്ന് പറയാം അല്ലെ. ഇപ്പൊ കുരങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവർ എന്ന്, അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി നമ്മൾ പറയില്ല. പൂജക ബഹുവചനം മലയാളം പഠിച്ചവർക്ക് അറിയാൻ പറ്റും. പൂജക ബഹുവചനം എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനത്തോടു കൂടി നമ്മൾ പ്ലൂറലായിട്ട് പറയുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. സ്വാമികൾ എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. നമ്മള് സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സ്വാമി ഉണ്ടെന്നല്ല എന്റെ അർത്ഥം പറഞ്ഞത്. സ്വാമീനെ തന്നെ നമ്മൾ എന്ത് പറയുന്നു? സ്വാമികൾ എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്ത് പറയുന്നു? തിരുവടികൾ, അവർകൾ എന്നൊക്കെ പറയുന്നില്ലേ. ഒരു വ്യക്തിനെ തന്നെ നമ്മൾ ബഹുമാനം കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് അല്ലെ. അപ്പൊ നമ്മള് ജീവനില്ലാത്ത വസ്തുക്കളെ നമ്മൾ ബഹുമാനം കാണിക്കും. നമ്മള് ഒരു പശു ചത്തു എന്നേ പറയുള്ളൂ നമ്മൾ അല്ലെ. ഒരു പശു അന്തരിച്ചു, പശു ദിവംഗതനായി, അല്ലെങ്കിൽ എന്താണ് പശു കാലാഹരണപ്പെട്ടു എന്നൊന്നും നമ്മൾ പറയില്ല അല്ലെ. പശു ചത്തു, ബഹുമാനം കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ജീവികളെയും സാധനങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തേർഡ് പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയേ ഉള്ളൂ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയേ ഉള്ളൂ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോ ഒരു വ്യക്തിയെ ഉണ്ടാവുള്ളൂ. ഞാൻ നിന്നോടാണ് കാര്യം പറയുന്നതെങ്കിൽ ഞാൻ യു എന്നാണ് പറയുക. ഇനി നിങ്ങൾ 3 പേര് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോ ക്ലാസ് 5-6 പേര് ക്ലാസ് കാണാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ പറയട്ടെ, നാളെ നമുക്ക് രാത്രി 10 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്താ പറയണ്ടേ? യു എന്ന് തന്നെയാണ് പറയല്ലേ. യു ഷുഡ് വാച്ച് മൈ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരണേ? നിങ്ങൾ എല്ലാവരും കാണണം എന്നാണ് അർത്ഥം വരുന്നത്. ഒന്നിലധികം ആൾക്കാർ ഞാൻ യു എന്ന് തന്നെയാണ് പറയുക. അതുകൊണ്ട് തന്നെ ഈ ഐനെയും യുവിനെയും നമ്മൾ എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കണം? നമ്മൾ പ്ലൂരൽ ആയിട്ട് എടുക്കണം. നമ്മൾ ഞാനാണെങ്കിലും നീ ആണെങ്കിലും എല്ലായ്പ്പോഴും നമ്മൾ ഇതിനെ എന്തായിട്ട് എടുക്കണം? ഇതിനെ നമ്മൾ പ്ലൂരൽ ആയിട്ട് തന്നെ എടുക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഐ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ ആണ് അല്ലെ. ഒന്ന് എന്റെ ഒപ്പം ഒന്ന് പറയാൻ നോക്കൂ നിങ്ങള്. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ ആണ്. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ ആണ്. ഓക്കെ. ഇനി എന്താണ് പറഞ്ഞേ? വി എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്നതും ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ തന്നെയാണ്. ഇനി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ പ്ലൂരൽ ആണ്. യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ പ്ലൂരൽ ആണ്. ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അല്ലെ. ഒരാളല്ലേ ഹി എന്ന് പറയുള്ളൂ. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ക്ലാസ് എഴുതണം എന്നൊന്നും നിർബന്ധമില്ല. ജസ്റ്റ് ക്ലാസ് ഒന്ന് കേട്ടാൽ മതി. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിന്റെ PDF ഇന്നല്ല കേട്ടോ ഞാൻ പറയണേ, ഈ കൺസെപ്റ്റ് മുഴുവൻ പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ PDF നമുക്ക് തരാം കേട്ടോ. നോക്കിക്കോളൂ. അപ്പൊ ഷീ എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഒപ്പം ഒന്ന് പറയാൻ ശ്രമിക്കൂ. ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സണിൽ തന്നെ ആരാണ്? തേർഡ് പേഴ്സണിൽ തന്നെ എന്താണ്? സിംഗുലർ ആണ്. ഇനി എന്താണ്? ദേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയണേ? ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ ആണ്. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സണിലെ ഒരാളെയാണോ ദേ എന്ന് പറയാ? അവർ എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. തേർഡ് പേഴ്സൺ പ്ലൂരൽ ആണെന്നുള്ളതാണ്. തേർഡ് പേഴ്സൺ പ്ലൂരൽ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിംഗുലർ ആയിട്ട് വരുന്ന പേഴ്സൺസിന്റെ കൂടെ നമ്മൾ എപ്പോഴും നമ്മൾ സിംഗുലർ വെർബ്സ് നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് അതിന്റെ റൂൾ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ റീഡ്സ്. ഷീ റീഡ്സ് എ നോവൽ എന്ന് പറയുന്നു. വളരെ ക്ലിയർ ആണ് അല്ലെ. റീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? സിംഗുലർ ഫോമുള്ള വെർബാണ്. ഇനി പ്ലൂറൽ ആണ് പറയണെങ്കിലോ ദേ റീഡ്. ദേ റീഡ് എ നോവൽ എന്ന് പറയുന്നു. ദേ റീഡ് എ നോവൽ. ഇനി ഐ ആണെങ്കിൽ എങ്ങനെ പറയാം? നമ്മള് ഐ റീഡ്സ് ആണോ പറയാ? ഐ റീഡ് ആണോ പറയാ? ഐ റീഡ് എ നോവൽ എന്നാണ് പറയാ. എന്തുകൊണ്ടാണ് ഇതിന്റെ ഐ എന്ന് പറയുന്നത് പ്ലൂറലായിട്ട് എടുക്കാൻ കാരണം? കാരണം ഇവിടെ നിയമം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഐനും യുവിനും നമ്മൾ എപ്പോഴും നമ്മൾ പ്ലൂറലായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. യു റീഡ് എ നോവൽ ആണ് അല്ലെ. യു റീഡ് എ നോവൽ എന്ന് പറയുന്നു.
ഇനി ദേ റീഡ് എ നോവൽ എന്ന് പറയുന്നു, അവർ ഒരു പുസ്തകം വായിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയുന്നു ഞാൻ? ദേ റീഡ് എ നോവൽ എന്ന് പറയുന്നു. ഇനി എന്താണ്? അവനാണെങ്കിൽ എന്ത് പറയുന്നു ഞാൻ? ഹി റീഡ്സ് എ നോവൽ എന്ന് ഞാൻ പറയുന്നു. കാരണം ഹി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗുലർ ആണ്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ എവിടെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായോ? അപ്പൊ സിംഗുലർ ഫോമുള്ള നൗണിന്റെ കൂടെ നമ്മൾ സിംഗുലർ ഫോമുള്ള വെർബ് യൂസ് ചെയ്യണം. പ്ലൂറൽ ഫോമുള്ള നൗണിന്റെ കൂടെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂറൽ ഫോമുള്ള വെർബ് യൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി റൂൾ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ പറയാണ് രാം ഈസ് എ ഗുഡ് ബോയ് അല്ലെ? രാം ഈസ് എ ഗുഡ് ബോയ്. ഈസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രാം ആർ എ ഗുഡ് ബോയ് എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇനി അതേപോലെ തന്നെ ശ്യാമും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയാണ് ശ്യാം ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയാണ്. തെറ്റില്ല. ഇപ്പൊ രാമും നല്ല കുട്ടിയാണ്, ശ്യാമും നല്ല കുട്ടിയാണെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് രാം ഈസ് എ ഗുഡ് ബോയ്, ശ്യാം ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയും. ഞാൻ എന്താണ് പറയുന്നത്? ഞാൻ രാം ആൻഡ് ശ്യാം, രാം ആൻഡ് ശ്യാം ആർ ഗുഡ് ബോയ്സ് എന്ന് പറയും അല്ലെ? രാം ആൻഡ് ശ്യാം ആർ ഗുഡ് ബോയ്സ് എന്ന് പറയും. അപ്പൊ ആൻഡ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുകയാണ്. രാമിനെയും ശ്യാമിനെയും കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെ ഞാൻ പറയുന്ന പേരെന്താണ്? ഈ ആൻഡിനെ പറയുന്ന പേരെന്താണ്? കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വാക്കിനെ ഞാൻ കണക്ടർ എന്ന് പറയും. ഞാൻ അല്ല എങ്കിൽ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ എന്ത് പറയും? ഇതിനെ നമ്മള് കൺജങ്ഷൻ എന്ന് പറയും. ഇതിനെ നമ്മള് കൺജങ്ഷൻ എന്ന് പറയും അല്ലെ? രണ്ട് സാധനങ്ങളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലോങ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ അഡീഷൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കമ്പനിഡ് വിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്താണ്? കണക്ടേഴ്സ് ആണ്. ഒന്നിലധികം സബ്ജക്റ്റുകൾ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരൊറ്റ കൊടക്കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണക്ടേഴ്സ് ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ആൻഡ് വെച്ചുകൊണ്ട് ഞാൻ രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളെ കണക്ട് ചെയ്തപ്പോൾ എന്റെ വെർബ് എന്തായി മാറി എന്നുള്ളതാണ്? ആർ എന്നായി മാറി എന്നുള്ളതാണ് അല്ലെ? അപ്പോ രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എന്റെ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് റൂൾ നമ്മൾ പഠിച്ചു, സിംഗുലർ സബ്ജക്ട്സിനെ കൂടെ എപ്പോഴും സിംഗുലർ വെർബ് വേണം, പ്ലൂറൽ സബ്ജക്ട്സിനെ കൂടെ എപ്പോഴും പ്ലൂറൽ വെർബ് വേണം. ഐനും യൂനും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. സെക്കൻഡ് റൂൾ എന്താണ്? രണ്ടു സിംഗുലർ സബ്ജക്ട്സിനെ നമ്മൾ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡിനെയും ജാമിനെയും ഞാൻ കണക്ട് ചെയ്യാണ്. ആര് വെച്ച് കണക്ട് ചെയ്തു? ഞാൻ ആൻഡ് എന്ന് പറയുന്ന കണക്ടർ വെച്ച് കണക്ട് ചെയ്തു. ബ്രെഡ് ആൻഡ് ജാം ആർ മൈ ഫേവറിറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ബ്രെഡ് ആൻഡ് ജാം ആർ മൈ ഫേവറിറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? അപ്പൊ ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയാണ് അല്ലെ? നിങ്ങൾ എന്ത് പറയണം? നിങ്ങള് ബ്രെഡും ജാമും രണ്ട് ഡിഫറെന്റ് വാക്കുകളല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? നമ്മള് ആർ ആൻഡ് വെച്ചാണ് നമ്മളോട് പറഞ്ഞേക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ആർ യൂസ് ചെയ്യണം എന്ന് നിങ്ങളോട് പറയും അല്ലെ? പക്ഷെ ഇത് ശരിയാണോ? ബ്രെഡ് ആൻഡ് ജാം ആർ മൈ ഫേവറിറ്റ് ഫുഡ് എന്നാണോ പറയേണ്ടത്? അതോ ഈസ് മൈ ഫേവറിറ്റ് ഫുഡ് ആണോ പറയേണ്ടത്? അപ്പൊ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും പറയും ഈസ് എന്നാണ് പറയേണ്ടത് സാർ എന്ന് പറയും അല്ലെ? ബ്രെഡ് ആൻഡ് ജാം ഈസ് മൈ ഫേവറിറ്റ് ഫുഡ്. അപ്പൊ എന്താണ് അവിടെ പ്രശ്നം വരുന്നത്? ആൻഡ് വെച്ച് ഞാൻ കണക്ട് ചെയ്തു, രണ്ടു സിംഗുലർ സബ്ജക്ട്സ് ആണ് അല്ലെ? ബ്രെഡ് എന്ന് പറയുന്നതും ജാം എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്ട്സ് ആണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെ ഈസ് വരാനുള്ള കാരണം അല്ലെ? ഒറ്റ സബ്ജക്റ്റ് ആണല്ലേ ഈസ് വരിക, രണ്ട് സബ്ജക്റ്റുകൾ നമ്മൾ ആറെന്ന് പറയണ്ടേ? അതിന് റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡും ജാമും വേറെ വേറെ സാധനങ്ങളാണ് എങ്കിലും നമ്മൾ ഇത് കഴിക്കുന്ന നേരത്ത് നമ്മൾ എന്തായിട്ടാണ് കഴിക്കുന്നത്? ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ കഴിക്കണേ എന്നുള്ളത് അല്ലെ? നമ്മൾ ആരും തന്നെ ഒരു കഷ്ണം ബ്രെഡ് കടിച്ച് തിന്നതിന് ശേഷം നമ്മള് സ്പൂണിൽ ഒരു ഇത്തിരി നമ്മൾ ജാം എടുത്തിട്ട് നമ്മൾ നമ്മുടെ നാക്കത്ത് വെച്ച് കഴിക്കുമോ? നമ്മള് ഇല്ല അല്ലെ? നമ്മൾ കഴിക്കുന്ന രീതി എങ്ങനെയാണ്? നമ്മള് ബ്രെഡിൽ കുറച്ച് ജാം പരട്ടി ഒരു സെറ്റ് ആയിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ബ്രെഡിൽ കുറച്ച് വെണ്ണ വരട്ടി നമ്മൾ ഒരു സെറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ബ്രെഡിന്റെ ഇടയിൽ നമ്മൾ
ഒരു ഓംലെറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു സെറ്റ് ആയിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ബ്രെഡിന്റെ ഇടയിൽ കുറച്ച് വെജിറ്റബിൾസ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു സെറ്റ് ആയിട്ട് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ് കഴിക്കുന്നു ആണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളെ നമ്മൾ ഒരുമിച്ച് കൊണ്ട് ഒരൊറ്റ സെറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റ പെയർ ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അവയെ നമ്മൾ എന്തായിട്ട് കരുതണം? നമ്മള് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കരുതണം, അഥവാ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനെ കരുതണം. സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കരുതണമെങ്കിൽ നമ്മുടെ ക്രിയ എന്ത് വരണം? സിംഗുലർ ആയിട്ടുള്ള വെർബ് വരണം എന്നുള്ളതാണ് അല്ലെ. ബ്രെഡ് ആൻഡ് ജാം ഈസ് മൈ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയാനുള്ള റീസൺ അത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്, ബ്രെഡ് ആൻഡ് ജാം ഡാഷ് ബോട്ട് സെപ്പറേറ്റ്ലി. ബ്രെഡ് ആൻഡ് ജാം ഡാഷ് ബോട്ട് സെപ്പറേറ്റ്ലി. ഞാനിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോയപ്പോ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പറക്കി ഞാൻ ആ എന്റെ കൂടയിലേക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവിടെ ഒരു സൈഡിൽ ബ്രെഡ് കണ്ടു, അതെടുത്തിട്ടു. വേറെ സൈഡിൽ ജാം കണ്ടു, അതെടുത്തിട്ടു. ഞാൻ അപ്പൊ ബ്രെഡും ജാമും കൂടെ എടുത്തിട്ടിട്ടാണ് ഞാൻ കൂടയിലേക്ക് ഇട്ടിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടിരാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഈസ് ബോട്ട് എന്ന് വേണം പറയാനായിട്ട്, അതോ ആർ ബോട്ട് എന്നാണോ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ പറയേണ്ടത് നമ്മള് ആർ ബോട്ട് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. എന്താണ് റീസൺ? കാരണം ഇവിടെ നമ്മൾ ബ്രെഡും ജാമും കൂടെ നമ്മൾ ഒരു പെയർ ആക്കിയിട്ടല്ലല്ലോ നമ്മൾ വാങ്ങുന്നത്. നമ്മൾ അല്ലെ ബ്രെഡിന്റെ ഒരു പാക്കറ്റ് വാങ്ങി, നമ്മൾ ജാമിന്റെ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങി, രണ്ട് വ്യത്യസ്ത വസ്തുക്കളായിട്ട് വാങ്ങി എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് വ്യത്യസ്ത വസ്തുക്കളായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ അവയെ നമ്മൾ എന്ത് പറയുന്നു? നമ്മള് അവിടെ രണ്ട് സാധനങ്ങളുണ്ട്, രണ്ട് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്റെ വെർബ് പ്ലൂരൽ ആവണം എന്ന് ഞാൻ അവിടെ പറയുകയാണ്. ഈ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? ഒറ്റ സെറ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ ഈസ് എന്ന് പറയണം. അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത സാധനങ്ങളായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ആർ പറയണം. രണ്ട് വ്യത്യസ്ത സാധനങ്ങളെന്ന് എങ്ങനെ മനസ്സിലായി? ബ്രെഡ് ആൻഡ് ജാം ആർ ബോട്ട് സെപ്പറേറ്റ്ലി എന്നാണ് പറയുന്നത് അല്ലെ. ബ്രെഡും ജാമും കൂടെ ഞാൻ കഴിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ എന്ത് മനസ്സിലാക്കണം? അത് ഒറ്റ സെറ്റ് ആയിട്ടാണ് കഴിക്കണേ എന്ന് വേണം ഞാൻ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഞാൻ പറയാണ് ദോശ ആൻഡ് സാമ്പാർ. ദോശ ആൻഡ് സാമ്പാർ, സാമ്പാർ ഡാഷ് മൈ ഫേവറേറ്റ് ഫുഡ്. ഏതായിരിക്കും വരിക? ഡാഷ് മൈ ഫേവറേറ്റ് ഫുഡ്. ഈസ് ആണോ വരിക, ആറാണോ വരിക? ദോശ ആൻഡ് സാമ്പാർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ് ആണോ, ആർ മൈ ഫേവറേറ്റ് ഫുഡ് ആണോ? തീർച്ചയായിട്ടും ഈസ് ആണ് അല്ലെ. നമ്മൾ ഒരിക്കലും ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോ നമ്മൾ ചേട്ടാ രണ്ട് ദോശയും വേണം, ഒരു കൂടുതൽ സാമ്പാറും വേണമെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല അല്ലെ. ദോശയുടെ കൂടെ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് സാമ്പാർ, ചട്നി, ചമ്മന്തി എന്നൊക്കെ പറയുന്നത് അല്ലെ. ഇതൊക്കെ അതിന്റെ കൂടെ പെയറായിട്ട് സെറ്റ് ആയിട്ട് കൂടെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് പറയണം? നമ്മൾ ഒറ്റ പെയർ, സിംഗിൾ ആയിട്ടുള്ള പെയറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയ എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ദോശ ആൻഡ് സാമ്പാർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ചപ്പാത്തി ആൻഡ് സ്റ്റൂ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ പറയാ? ലഞ്ച് ആൻഡ് തോരൻ എന്ന് പറയാണ് അല്ലെ. ചോറും റൈസ് ആൻഡ് കേർഡ് എന്ന് പറയാണ് അല്ലെ. ചോറും തൈരും റൈസ് ആൻഡ് കേർഡ് എന്ന് പറയുമ്പോൾ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ അല്ലെ എനിക്ക് അങ്ങനെ പറയാം അല്ലെ. റൈസും കേർഡും കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു സെറ്റ് ആയിട്ടാണ് കഴിക്കുന്നത് എന്ന് പറയാം. പക്ഷെ ഈ റൈസും കേർഡും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിലോ, 5 കിലോ അരി ഞാൻ വാങ്ങി, അല്ലെങ്കിൽ കേർഡ് ഞാൻ അവിടെ നിന്നുള്ള ഒരു ഷെൽഫിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എന്ത് പറയാം എനിക്ക്? അവിടെ ഞാൻ ഈ രണ്ടും രണ്ട് വ്യത്യസ്ത വസ്തുക്കളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആർ എന്നുള്ള വേർബ് വേണം അവിടെ യൂസ് ചെയ്യാനായിട്ട്. ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇതേപോലെ കോമൺ ആയിട്ട് പറയുന്ന എക്സാമ്പിൾസ് ആണ് ടൈഡ് ആൻഡ് ടൈം ആൻഡ് ടൈഡ്. ടൈം ആൻഡ് ടൈഡ്, സമയവും തിരമാലയും. ഡാഷ് ഫോർ നോ വൺ, ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല നമ്മൾ പറയും അല്ലെ. സമയം അതിന്റെ വഴിക്ക് പോകും, തിരമാല അങ്ങനെ തന്നെയാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെ. അതൊരു യൂസേജ് ആണ്, ഒരു പഴഞ്ചൊല്ലാണ് അല്ലെ. അപ്പൊ അതൊരു സെറ്റ് ആയിട്ട് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് പറയണം? നമ്മള് വെയിറ്റ് ആണോ വെയിറ്റ്സ് ആണോ വരേണ്ടത്? തീർച്ചയായിട്ടും അവിടെ നമ്മൾ സിംഗുലർ ഫോമുള്ള വെർബാണ് യൂസ് ചെയ്യാനായിട്ട്. വെയിറ്റ്സ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പറയാണ് ഹോഴ്സ് ആൻഡ് കാരിയേജ്. ഹോഴ്സ് ആൻഡ് കാരിയേജ് അല്ലെ. കുതിരയും കുതിരയുടെ വണ്ടിയും. ഡാഷ് അറ്റ് മൈ ഡോർ. ഡാഷ് അറ്റ് മൈ ഡോർ, എന്റെ
എന്റെ വാതിലിന്റെ എന്റെ വീടിന്റെ ഉമ്മറത്തായിട്ട് കുതിരയും അതിന്റെ വണ്ടിയും ഉണ്ടെന്ന് പറയണം അല്ലെ. കുതിരയും വണ്ടി എന്ന് പറയുന്നത് രണ്ടും രണ്ട് സാധനങ്ങളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മള് അല്ല, കുതിരവണ്ടി എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ പണ്ടൊക്കെ ഊബർ ഉണ്ടായിരുന്നില്ല, കുതിരവണ്ടിയിലേക്ക് ആയിരിക്കും ആൾക്കാർ യാത്ര ചെയ്യുക. കുതിരവണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരുന്ന രൂപം എന്താണ്? ഒരു കുതിരയുടെ വണ്ടി മാത്രമാണോ? അല്ല, കുതിരയുടെ വണ്ടിയും അതിന്റെ ഫ്രണ്ടിൽ ഒരു കുതിരയും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാണ് അല്ലെ. അപ്പൊ അത് സെറ്റാണ്, അതൊരു പെയറാണ്. ഇപ്പൊ എന്ത് പറയണം? സിംഗുലർ ഫോമുള്ള വെർബ് വേണം അവിടെ വരാനായിട്ട്. ഈസ് എന്നുള്ള വാക്ക് വേണം ഞാൻ അവിടെ യൂസ് ചെയ്യാനായിട്ട്. ഹോഴ്സ് ആൻഡ് കാരേജ് ഈസ് അറ്റ് മൈ ഡോർ എന്ന് വേണം പറയാനായിട്ട്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ റൂൾ നമ്പർ 3 എന്ന് പറയുന്നത്. രണ്ട് സിംഗുലർ സബ്ജക്റ്റുകൾ നമ്മൾ ആൻഡ് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ വസ്തുക്കളെ ഒരു യൂണിറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സിംഗുലർ ഫോമുള്ള വെർബ് യൂസ് ചെയ്യണം. ആ രണ്ട് വസ്തുക്കളെ നമ്മൾ വ്യത്യസ്ത സാധനങ്ങളായിട്ടാണ് കരുതുന്നതെങ്കിൽ അവിടെ നമ്മൾ ആർ എന്ന് പറയുന്ന പ്ലൂറൽ ഫോമുള്ള വെർബ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂൾ നമ്പർ 4 ആയിട്ട് വരുന്നത് ഇതാണ്, നോക്കിക്കോളൂ. The novelist and poet. The novelist and poet dash dead. The novelist and poet dash dead. ഏതാണ് വരിക? ഈസ് ആണോ വരിക, ആറാണോ വരിക? നോവലിസ്റ്റ് മരിച്ചു, പോയറ്റും മരിച്ചു അല്ലെ. ഈസ് ആണോ വരിക, ആറാണോ വരിക? ഒരു സെന്റൻസ് കൂടെ തരാൻ. ഒരെണ്ണത്തിന് ഈസാണ് വരിക, ഒരെണ്ണത്തിന് ആറാണ് വരിക. ദ നോവലിസ്റ്റ് ആൻഡ് ദ പോയറ്റ്. ദ നോവലിസ്റ്റ് ആൻഡ് ദ പോയറ്റ് ഡാഷ് ഡെഡ്. രണ്ട് വാചകം ശരി തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിൽ ഒരെണ്ണത്തിൽ ഈസ് വരും, ഒരെണ്ണത്തിൽ ആറ് വരുന്നതാണ്. ഏതാണ് ഈസ്, ഏതാണ് ആറെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കോളൂ. ആദ്യത്തേന് ഈസ് ആണ് വരിക, രണ്ടാമത്തേന് ആറാണ് വരിക. ആദ്യത്തെ ഈസ് വരാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോവലിസ്റ്റ് എന്ന് പറയുന്ന ആളും പോയിറ്റ് എന്ന് പറയുന്ന ആളും ഒരാള് തന്നെയാണ്. നോവൽ എഴുതുന്ന ആൾക്ക് കവിതയും എഴുതിക്കൂടെ? ഇപ്പൊ ഞാൻ കഥകൾ എഴുതുന്ന ആളാണ്, ഞാൻ കവിതകളും എഴുതുന്ന ആളാണ്, നോവലും എഴുതുന്ന ആളാണ് അല്ലെ. ഇതെല്ലാം കൂടെ ഒരാളാവാന്നുള്ളതാണ്. അപ്പൊ ദ നോവലിസ്റ്റ് ആൻഡ് പോയിറ്റ് എന്ന് പറയുന്നത് ഒരാളാണ്. അതുകൊണ്ട് അവിടെ ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു? ഈസ് എന്ന് പറയുന്ന സിംഗുലർ ഫോമുള്ള വെർബ് യൂസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അത് രണ്ടുപേരും ഒരാളാണെന്നുള്ളത് സാറിന് എങ്ങനെ മനസ്സിലായി എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറയുന്ന ഉത്തരം ഇതാണ്. നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള നോവലിസ്റ്റ്, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞു? ആൻഡ് പറഞ്ഞു അല്ലെ. ആൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യണേ എന്നുള്ളതാണ്. എന്തിനെ? ആദ്യത്തെ സബ്ജക്റ്റിനെയും രണ്ടാമത്തെ സബ്ജക്റ്റിനെയും കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സബ്ജക്റ്റ് എഴുതി, ആൻഡ് എഴുതിയതിന് ശേഷം ഇതിന്റെ ഇടയിൽ ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു വാക്കുകളും ഉപയോഗിച്ചിട്ടില്ല അല്ലെ. ആൻഡിന് ശേഷം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നേരെ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ സബ്ജക്റ്റിലേക്കാണ് ഞാൻ പോയിരിക്കുന്നത്. ഓക്കെ. അപ്പോ ആദ്യത്തെ സബ്ജക്റ്റ് കഴിഞ്ഞ് ആൻഡ് കഴിഞ്ഞിട്ട് ഇടയിൽ വേറെ വാക്കുകൾ ഒന്നുമില്ലാതെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് ഞാൻ എഴുതുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ രണ്ടുപേരും ഒരാൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഈസ് ഡെഡ് എന്ന് പറയാൻ കാരണം. ഇനി നോക്കൂ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. ദ നോവലിസ്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള നോവലിസ്റ്റ് കഴിഞ്ഞിട്ട് ആൻഡ് കഴിഞ്ഞിട്ട് എന്റെ രണ്ടാമത്തെ സബ്ജക്റ്റിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ആരെ കൊണ്ടുവന്നിട്ടുണ്ട്? ദ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ആൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ സബ്ജക്റ്റിന് മുമ്പ് എ എന്നുള്ള ഒരു വാക്കോ ആൻ എന്നുള്ള വാക്കോ ദ എന്നുള്ള വാക്കോ വരികയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എനും ആനും ദാനും നമ്മൾ എന്താ പറയുക? നമ്മള് ആർട്ടിക്കിൾസ് എന്നാണ് പറയുക. എയും ആനും എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ഇത് രണ്ടിനും നമ്മൾ എന്താ പറയാ? നമ്മള് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് നമ്മൾ പറയുക. ദി എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ദ എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് ദ എന്നുള്ളതിന് നമ്മള് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ എന്താണ് റൂൾ വരുന്നത്? ആദ്യത്തെ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ആൻഡിന് ശേഷം രണ്ടാമത്തെ സബ്ജക്റ്റിന് മുമ്പായിട്ട് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? രണ്ടും രണ്ട് വ്യക്തികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വെർബിനെ നമ്മൾ എന്താക്കി എടുക്കണം? നമ്മൾ പ്ലൂറൽ ഫോമുള്ള വെർബോടെ കൊണ്ടുവരണം എന്നുള്ളത്. ഇതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു വശം കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതും കൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. മൈ ഫ്രണ്ട്
മൈ ഫ്രണ്ട് ആൻഡ് ബെനിഫാക്ടർ. ബെനിഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യുദയകാംക്ഷി എന്നാണ് അർത്ഥം വരുന്നത്. ബെനിഫാക്ടർ ഡാഷ് കം, ഡാഷ് കം. ഹാസ് കം ആണോ വരിക, ഹാവ് കം ആണോ വരിക? അതൊന്ന് പറഞ്ഞേ നിങ്ങള്. മൈ ഫ്രണ്ട് ആൻഡ് ബെനിഫാക്ടർ ഹാസ് കം ആണ് വരിക, ഹാവ് കം ആണ് വരിക? ഇത് രണ്ടും ഒരാൾ തന്നെയാണെങ്കിൽ നമ്മൾ അവിടെ സിംഗുലർ ഫോമുള്ള വേർബ് ആയിട്ടുള്ള ഹാസ് ഉപയോഗിക്കും. ഇത് രണ്ടും രണ്ടു പേരാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം, ഹാവ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ റൂൾ എന്താണ്, സെയിം റൂൾ ആണ് അല്ലെ. ഫസ്റ്റ് സബ്ജക്റ്റിന് ശേഷം ആൻഡ് വന്നു, ആൻഡിന് ശേഷം രണ്ടാമത്തെ സബ്ജക്റ്റിന് മുമ്പായിട്ട് ഇവിടെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്താണ്, രണ്ടും ഒരാൾ തന്നെയാണ് അല്ലെ. എന്റെ കൂട്ടുകാരൻ തന്നെയാണ് എന്റെ അഭ്യുദയകാംക്ഷിയും എന്ന് പറയുന്നത് അല്ലെ. സംഭവിക്കാം, എല്ലാ കൂട്ടുകാരും പാര വെക്കുന്നവരാവണമെന്നില്ല, നമ്മുടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുന്നതാണ് അല്ലെ. രണ്ടും ഒരാൾ തന്നെയാണെങ്കിൽ ഞാൻ അവിടെ എന്ത് പറയണം, ഞാൻ സിംഗുലർ ഫോമുള്ള വെർബ് ആയിട്ടുള്ള ഹാസ് അവിടെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഈ ചോദ്യം തന്നെ ഒന്ന് മാറ്റി പിടിക്കാം. മൈ ഫ്രണ്ട് ആൻഡ് മൈ ബെനിഫാക്ടർ. മൈ ഫ്രണ്ട് ആൻഡ് മൈ ബെനിഫാക്ടർ ഡാഷ് കം, ഡാഷ് കം. ഹാസ് ആണോ വരിക, ഹാവ് ആണോ വരിക എന്ന് പറഞ്ഞ്. മൈ ഫ്രണ്ട് ആൻഡ് മൈ ബെനിഫാക്ടർ ഡാഷ് കം. അപ്പൊ നിങ്ങൾ പറയും സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് ഫസ്റ്റ് സബ്ജക്റ്റിന് ശേഷം ആൻഡിന് ശേഷം എയോ ആനോ ദായോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അവിടെ രണ്ടാൾക്കാരുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ എയും ആനും ദാ എന്നുള്ള വാക്കല്ല വന്നിരിക്കുന്നത്, മൈ എന്ന് പറയുന്ന ഒരു വാക്കാണ് വന്നിരിക്കുന്നത്. ഈ മൈ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്ന ഒരു വാക്കാണ്? മൈ എന്നുള്ളതിനെ നമ്മൾ എന്താ പറയാന്നറിയോ? ഇതിനെ നമ്മള് പോസസീവ് അഡ്ജക്റ്റീവ് എന്നാണ് നമ്മൾ പറയുക. പോസസീവ് അഡ്ജക്റ്റീവ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് സാർ അഡ്ജക്റ്റീവ് എന്ന് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ നാമത്തെ, നമ്മുടെ നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, അഡ്ജക്റ്റീവ് എന്ന് പറയാ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു നൗണാണ്. ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണാണ്. ഈ ആ ബോയിനെ ഞാൻ വിശേഷിപ്പിക്കുകയാണ്, ടോൾ ബോയ് എന്ന് പറയാന്ന് വിചാരിക്കുക അല്ലെ. എങ്ങനത്തെ ബോയ് ആണ്, അവനൊരു ടോൾ ബോയ് ആണ്. ഈ ടോൾ എന്ന് പറയുന്നതിനാണ് എന്ത് പറയുക, ഞാൻ അഡ്ജക്റ്റീവ് എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ. ഇല്ലെങ്കിൽ ഞാൻ പറയാണ് ഗേൾ എന്ന് പറയാണ്, അതിന് മുമ്പിലായിട്ട് ഞാൻ ഫെയർ ഗേൾ എന്ന് പറയാണ്, വെളുത്തൊരു പെൺകുട്ടി എന്ന് പറയാണ് അല്ലെ. അപ്പൊ ഗേൾ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഏത് വാക്ക് ഉപയോഗിച്ചു, ഫെയർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു അല്ലെ. അപ്പൊ വെളുത്ത കുട്ടി, ഉയരം കൂടിയ കുട്ടി, ഉയരം കുറഞ്ഞ കുട്ടി, അല്ലെങ്കിൽ എന്താ നിറം കുറഞ്ഞ കുട്ടി, ബുദ്ധിയുള്ള കുട്ടി, അല്ലെങ്കിൽ എന്താണ് നല്ല മിടുക്കുള്ള കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്കുകളൊക്കെ, ഈ മിടുക്ക്, സൗന്ദര്യം, ബുദ്ധി, ഉയരം, ഉയരക്കുറവ്, കറുപ്പ്, വെളുപ്പ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, നമ്മുടെ നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അങ്ങനത്തെ വിശേഷണങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മള് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ്സ് ക്ലിയർ ആണ്. പക്ഷെ ഇവിടെ മൈ എന്ന് പറയുന്നത് സാധാരണ അഡ്ജക്റ്റീവ് അല്ല, പൊസസീവ് അഡ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. പൊസസീവ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ബെനിഫാക്ടർ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് മൈ എന്ന് പറയുന്നത്. മൈ അഡ്ജക്റ്റീവ് ആണ്, പക്ഷെ സാധാരണ അഡ്ജക്റ്റീവ് അല്ല, പൊസസീവ് അഡ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് അല്ലെ. പൊസസീവ് എന്നുള്ള വാക്ക് നമ്മൾ എവിടെ കേട്ടിട്ടുണ്ടാവുക, നമ്മളിപ്പോ കല്യാണമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പറയാണ് അല്ലെ, എന്റെ ഭാര്യ വേറെ ഒരാളോട്, ഒരു ആണിനോട് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, നീ എന്നോട് മാത്രം നീ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയാനല്ലേ. അപ്പൊ നമ്മൾ പറയില്ലേ ഭയങ്കര പൊസസീവ് ആണ് ആൾക്ക് എന്താ, ഞാൻ വേറെ ആൾക്കാരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്താ ഞാൻ ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് നീ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം, നീ എനിക്കൊരു ചായ ഒക്കെ വെച്ച് തരണം എന്നൊക്കെ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വിചാരിക്കാം, അപ്പൊ എന്ത് പറയാ, അത് പൊസസീവ് ആണ് അല്ലെ. ഞാൻ പുറത്തേക്ക്, പിന്നെ എന്റെ ഭാര്യ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്, ഭയങ്കര പൊസസീവ് ആയിട്ട് നിൽക്കുന്ന ആളാണ് അല്ലെ. അങ്ങനെ പൊസസീവ് ആയിട്ട് വരുന്ന, പൊസസീവ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താണ്, പൊസസ് ചെയ്യുന്നത്, സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അങ്ങനെയുള്ള വാക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, പൊസസീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ കാർ എന്ന് പറയുകയാണ്, എന്റെ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് അല്ലെ. ഇനി ഞാൻ പറയാണ് നിന്റെ തല എന്ന് പറയാണ്, ഇതില് നിന്റെ എന്ന് പറയുന്ന വാക്ക് എന്താണ്, പൊസസീവ് ആണ് അല്ലെ. അല്ലെങ്കിൽ ഞാൻ പറയാണ് അവളുടെ പുസ്തകം എന്ന് പറയാണ്, അപ്പൊ അവളുടെ എന്നുള്ള വാക്ക് എന്താണ്, പൊസസീവ് ആണ് അല്ലെ. അപ്പൊ എന്റെ, അവന്റെ, അവളുടെ, നിന്റെ, അവരുടെ, അതിന്റെ എന്നൊക്കെ പറയുന്നതിനാണ് എന്ത് പറയാ, നമ്മള്
പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്ത് പറയും നമ്മള്? എന്തൊക്കെയാണ് നമ്മുടെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരിക? നമ്മൾ എന്തൊക്കെയാ പറയാ? എന്റെ, മൈ, അല്ലെങ്കിൽ നിന്റെ, യുവർ, നമ്മുടെ, അവർ, അവന്റെ, ഹിസ്, അവളുടെ, ഹെർ, ഇനി അതിന്റെ, ഇറ്റ്സ്, അല്ലെങ്കിൽ അവരുടെ, ദയർ എന്ന് പറയുന്നത് നമ്മള്. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റിന് ശേഷം ആൻഡ് വന്നു, ആൻഡിന് ശേഷം സെക്കൻഡ് സബ്ജക്ട് വന്നു. ഇതിന് മുമ്പിലായിട്ട് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത് രണ്ടും രണ്ട് സബ്ജക്ട്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വെർബ് എന്ത് വരണം? നമ്മുടെ വെർബ് പ്ലൂറൽ ഫോമുള്ള വെർബ് വരണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയണ്ടേ? ഇവിടെ ഹാവ് കം എന്ന് വേണം പറയാനായിട്ട്. മൈ ഫ്രണ്ട് ആൻഡ് മൈ ബെനിഫാക്ടർ ഹാവ് കം, അല്ലെങ്കിൽ മൈ ഫ്രണ്ട് ആൻഡ് ഹിസ് ബെനിഫാക്ടർ ഹാവ് കം, മൈ ഫ്രണ്ട് ആൻഡ് ഹെർ ബെനിഫാക്ടർ ഹാവ് കം എന്ന് വേണം പറയാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മുടെ റൂള് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് നീങ്ങാം. ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങള്. ഓക്കെ, 9 ഓക്കെ അടിച്ചു. ബാക്കിയുള്ളവർ എങ്ങനെയാണ് അവസ്ഥ? ശരി, അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ആൻസർ എന്താന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഞാനിപ്പോ ഒരു സെന്റൻസ് പറയാണ്, അത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾ എന്നോട് പറയും. അത് നമ്മൾ പിന്നെ പഠിക്കുന്ന റൂളാണ്. ബോത്ത് രാം ആൻഡ് ശ്യാം ആർ നോട്ട് കമ്മിങ്. ഇത് ശരിയാണോ തെറ്റാണോ? ഈ വാചകത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എറർ ഡിറ്റക്ഷൻ ആണ്. എറർ ഡിറ്റക്ഷൻ നമുക്ക് മനസ്സിലാവണം അല്ലെ? ബോത്ത് രാം ആൻഡ് ശ്യാം ആർ നോട്ട് കമ്മിങ് എന്ന് പറയാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. ബോത്ത് രാം ആൻഡ് ശ്യാം ആർ നോട്ട് കമ്മിങ്. വളരെ സിമ്പിൾ ആണ് അല്ലെ? രാമും ശ്യാമും വരുന്നില്ല എന്ന് പറയാണ് അല്ലെ? ബോത്ത് രാം ആൻഡ് ശ്യാം ആർ നോട്ട് കമ്മിങ് ടു ദ പാർട്ടി എന്നോ എന്ത് വേണേലാവാം. അപ്പൊ രാമം വരുന്നില്ല, ശ്യാമും വരുന്നില്ല എന്നാണ് അർത്ഥം പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് പറയണം. അപ്പൊ എന്നോട് ചിലർ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ബോത്ത് എന്ന് പറയുന്നത് ഫ്രണ്ടിന് നമ്മൾ ഉപയോഗിക്കില്ല, ബോത്തൊക്കെ നമ്മൾ ഇടയിലാണ് ഉപയോഗിക്കുക എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണോ നമ്മുടെ അവിടെ തെറ്റ് എന്ന് പറയുന്നത്? അല്ല, ബോത്ത് എന്ന് പറയുന്നത് നമുക്ക് എവിടെയും ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഫ്രണ്ടിലും ഉപയോഗിക്കാം, ഇടയിലും ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്തായിരിക്കും തെറ്റ്? രാം തെറ്റാണോ? രാം തെറ്റില്ല, രാം പേരാണ്. ശ്യാം തെറ്റാണോ? ശ്യാം തെറ്റില്ല, പേരാണ്. ആൻഡ് തെറ്റാണോ? ആൻഡ് തെറ്റില്ല അല്ലെ? പിന്നെ നമുക്ക് ഡൗട്ട് വരും, ആർ എന്ന് പറയുന്നത് തെറ്റാണോ? ബോത്ത് രാം ആൻഡ് ശ്യാം ഈസ് നോട്ട് കമ്മിങ് എന്നാണോ പറയേണ്ടത്? അപ്പൊ ഇവിടെ തെറ്റെന്താന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെന്റൻസിൽ ബോത്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ടുപേരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? നമ്മള് ബോത്ത് എന്ന് പറയുന്ന ഒരു കണക്ടർ നമ്മൾ യൂസ് ചെയ്യണത് എന്നുള്ളതാണ് അല്ലെ? നമ്മുടെ സെന്റൻസിൽ ബോത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മള് ആൻഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യണം. അപ്പൊ ബോത്ത് രാം ആൻഡ് ശ്യാം എന്ന് പറയാൻ പാടുള്ളൂ. ബോത്ത് രാം ആസ് വെൽ ആസ് ശ്യാം എന്നൊന്നും പറയാൻ പാടില്ല. എന്താണ്? ബോത്ത് രാം ആൻഡ് ശ്യാം എന്നേ പറയാൻ പാടുള്ളൂ. ബോത്ത് രാം ആസ് വെൽ ആസ് ശ്യാം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ബോത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും അവിടെ ആൻഡ് വരണം എന്നുള്ളതാണ്. ഇവിടെ ബോത്ത് വന്നിട്ടുണ്ട്, ബോത്തിന്റെ കൂടെ ആൻഡ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവിടെ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോത്ത് ആൻഡ് എന്നുള്ള കോമ്പിനേഷനിൽ വരുന്ന സെന്റൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കണം. അവിടെ ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഈ സെന്റൻസിൽ ഒരു നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ? എന്താണ് നെഗറ്റീവ് വേർഡ്? നോട്ട് എന്ന് പറയുന്ന വേർഡ് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ബോത്ത് ആൻഡ് കോമ്പിനേഷനിലുള്ള സെന്റൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരാൻ പാടില്ല? നോ എന്നോ നോട്ട് എന്നോ വിൽ നോട്ട് എന്നോ അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് വേർഡ്സ് അവിടെ വരാനായിട്ട് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു റൂൾ അല്ല എന്നുള്ളതും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഇനി നമ്മൾ നേരെ നമ്മുടെ അടുത്തൊരു റൂളിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ രണ്ട് സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ആൻഡ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താ ഓർ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താ ടുഗദർ എന്നൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ആസ് വെൽ ആസ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അക്കമ്പനിഡ് വിത്ത്, എലോങ് വിത്ത്, ഇൻക്ലൂഡിങ്, വിത്ത്, അല്ലെങ്കിൽ നോ ലെസ് ദാൻ, റാദർ ദാൻ, ഇങ്ങനെ കുറെ വാക്കുകൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെ വാക്കുകൾ വെച്ചാണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ നമുക്ക് PDF ഇട്ട് തരാം.
അങ്ങനെയുള്ള വാക്കുകൾ വെച്ച് നമ്മൾ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ മൂൺ ആൻഡ് സ്റ്റാർസ്, ദ മൂൺ ആൻഡ് ദ സ്റ്റാർസ്, ദ മൂൺ ആൻഡ് ദ സ്റ്റാർസ്, അല്ല മൂൺ ഇങ്ങനെ പറയാം, ദ മൂൺ ആസ് വെൽ ആസ്, ദ മൂൺ ആസ് വെൽ ആസ് ദ സ്റ്റാർസ് ഡാഷ് ഷൈനിങ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ നിങ്ങൾ ഈസ് ഷൈനിങ് എന്നാണോ ആർ ഷൈനിങ് എന്ന് വേണം പറയാനായിട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഞാനിവിടെ മൂൺ എന്ന് പറയുന്ന വാക്കിന്റെയും സ്റ്റാർസ് ആണ് കേട്ടോ. ദ മൂൺ ആസ് വെൽ ആസ് ദ സ്റ്റാർസ്. സ്റ്റാർസ് എന്ന് പറയുന്ന വാക്കിനെ ഞാനിവിടെ കണക്ട് ചെയ്യാണ്. ആര് വെച്ച് കണക്ട് ചെയ്യണം? ഞാൻ ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്യണം അല്ലെ. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ അതും കൂടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെ ഞാൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈസ് ഷൈനിങ് എന്നാണോ പറയേണ്ടത് ആർ ഷൈനിങ് ആണോ പറയേണ്ടത് നിങ്ങളൊന്ന് പറയും. ഇതേ സെന്റൻസിൽ തന്നെ ഞാൻ ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ. ദ സ്റ്റാർസ് ആസ് വെൽ ആസ് ദ സ്റ്റാർസ് ആസ് വെൽ ആസ് ദ മൂൺ ഡാഷ് ഷൈനിങ്. ഇനി ഇവിടെ രണ്ടാമത്തെ സെന്റൻസിലും എന്താണ് വരേണ്ടത്? ഈസ് ആണോ വരേണ്ടത് ആർ ആണോ വരേണ്ടത് എന്ന് നിങ്ങൾ പറയാം. രണ്ട് സെന്റൻസും സെയിം തന്നെയാണ് അല്ലെ. ആകെ ഒരു വ്യത്യാസം എന്താണ്? ആദ്യത്തെ സെന്റൻസിൽ മൂൺ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്റ്റാർസ് പറഞ്ഞത്. രണ്ടാമത്തെ സെന്റൻസിൽ സ്റ്റാർസ് എന്ന് പറയുന്നതാണ് എന്റെ ഫസ്റ്റ് സബ്ജക്ട്, മൂൺ എന്ന് പറയുന്നത് എന്റെ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. പക്ഷെ ഈ രണ്ടിന്റെയും ആൻസർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഏതായിരിക്കും വരിക? നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എന്തായിരിക്കും വരിക? ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ആർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതെന്തുകൊണ്ടാണ് അവിടെ ഈസും ആറും വരാനുള്ള കാരണം? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അല്ലെ. എന്തുകൊണ്ട് അങ്ങനെ വരാനുള്ള കാരണം ഇവിടെ രണ്ട് സബ്ജക്റ്റുകൾ ഉണ്ട്. മൂൺ എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, സ്റ്റാർസ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് വേർഡ് വെച്ചിട്ടാണ്? ആസ് വെൽ ആസ് എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആസ് വെൽ ആസ് പോലെ തന്നെ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അങ്ങനെ രണ്ട് സബ്ജക്റ്റുകളെ ആസ് വെൽ ആസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണെന്ന് അറിയോ? അവിടെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റിനാണ്. ഫസ്റ്റ് സബ്ജക്ട് ഏതാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വെർബ് വരേണ്ടത്. ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഫസ്റ്റ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ എന്റെ വെർബ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ മൂൺ എന്നാണ് പറയുന്നത്. ദ മൂൺ എന്ന് പറയുമ്പോൾ എന്റെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് ദ മൂൺ സിംഗുലർ ആണ്. അതുകൊണ്ട് ഞാൻ സിംഗുലർ ഫോമിൽ വെർബ് എഴുതണം, ഈസ് എഴുതി എന്നുള്ളതാണ്. രണ്ടാമത്തെ സെന്റൻസിലോ എന്റെ ഫസ്റ്റത്തെ എന്റെ സബ്ജക്ട് ഏതാണ് വരണേ? സ്റ്റാർസ് എന്ന് പറയുന്നതാണ് എന്റെ ഫസ്റ്റ് സബ്ജക്ട് വരുന്നത് അല്ലേ. അത് പ്ലൂറൽ അല്ലേ, ഒന്നിലധികം ഇല്ലേ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്? ഒന്നിലധികം ഉണ്ട് എങ്കിൽ എന്റെ വെർബ് എന്താണ് വരുന്നത്? പ്ലൂറൽ ഫോമിലുള്ള വെർബാണ് വരുന്നത്. അപ്പൊ സെക്കൻഡ് ആയിട്ട് വരുന്ന സബ്ജക്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്റെ വെർബ് വരണം, പ്ലൂറൽ ഫോമിലുള്ള വെർബ് വരണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ആർ എന്ന് പറയുന്ന വെർബാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തതെന്നുള്ളതാണ്. ക്ലിയർ ആയേ? ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് നമ്മുടെ റൂൾ ആയിട്ട് വരണേ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ വേർഡ്സ് വരുന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കൂ. not only the moon but also the stars dash us light. Not only the moon but also the stars dash us light. Give us light ആണ് വരിക, അല്ലെങ്കിൽ gives us light എന്നാണ് വരിക. Not only the moon but also the stars dash us light. ഈ not only but also എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരണേ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് മാത്രമല്ല അതും കൂടി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണേ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ നമ്മളോട് യൂസ് ചെയ്യണേ എന്നുള്ളതാണ്. എന്താണ്? ഇത് മാത്രമല്ല അതും കൂടി ഉണ്ട്. അപ്പോ ഇവിടെ എന്താണ്? മൂൺ മാത്രമല്ല സ്റ്റാർസും എനിക്ക് ലൈറ്റ് തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് സബ്ജക്റ്റുകളുണ്ട്. രണ്ട് സബ്ജക്റ്റിൽ കണക്ട് ചെയ്യുന്നത് ആര് വെച്ചിട്ടാണ്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ വെർബ് വരേണ്ടത്? ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് സബ്ജക്റ്റിനാണോ സെക്കൻഡ് സബ്ജക്റ്റിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അതാണ് അതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് അല്ലേ.
നേരത്തെ ആസ് വെൽ ആസ് വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് സബ്ജക്റ്റിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, അതിനനുസരിച്ച് വേണം എന്റെ വെർബ് വരാനെന്ന് ഞാൻ പറഞ്ഞു തന്നു. നോട്ട് ഓൺലി ബട്ട് ഓൾസോ വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മുടെ സെക്കൻഡ് സബ്ജക്റ്റിന് വേണം നമ്മൾ പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. നമ്മുടെ സെക്കൻഡ് സബ്ജക്ട് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മുടെ വെർബ് വരാനായിട്ട്. അപ്പൊ ഇവിടെ സെക്കൻഡ് സബ്ജക്ട് ഏതാണ്? സ്റ്റാർസ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് സബ്ജക്ട്. സ്റ്റാർസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. പ്ലൂറൽ ഫോം ഉള്ളതായതുകൊണ്ട് എന്റെ വെർബും എന്ത് വരണം? പ്ലൂറൽ വെർബ് വരണം എന്നാണ് അല്ലെ. ഇതിൽ ഏതാണ് പ്ലൂറൽ വെർബ്? ഗിവ് എന്ന് പറയുന്നതാണ് പ്ലൂറൽ വെർബ്. അതുകൊണ്ട് ഞാൻ ഗിവ് അസ് ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇത് തന്നെ ഈ സാധനങ്ങളുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയായിരുന്നെങ്കിലോ, നോട്ട് ഓൺലി ദ സ്റ്റാർസ് ബട്ട് ആൾസോ ദ മൂൺ എന്നാണ് വരുന്നെങ്കിലോ, നോട്ട് ഓൺലി ദ സ്റ്റാർസ് ബട്ട് ആൾസോ ദ മൂൺ. ഗിവ് അസ് ലൈറ്റ് ആണോ പറയേണ്ടത്? നമ്മൾ ഗിവ്സ് അസ് ലൈറ്റ് ആണോ പറയേണ്ടത്? നോട്ട് ഓൺലി ദ സ്റ്റാർസ് ബട്ട് ആൾസോ ദ മൂൺ എന്നാണെങ്കിൽ എന്താണ് വരേണ്ടത്? അവിടെ നമ്മള് സെക്കൻഡ് സബ്ജക്ട് ആരാണ്? സെക്കൻഡ് സബ്ജക്ട് മൂൺ ആണ്. സെക്കൻഡ് സബ്ജക്ട് ആയിട്ടുള്ള മൂൺ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് പറയണം? ഞാൻ സിംഗുലർ ഫോമിലുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഗിവ്സ് അസ് ലൈറ്റ് എന്ന് വേണം ഞാൻ പറയാനായിട്ട്. അപ്പൊ ഇത് ആർക്കൊക്കെ ബാധകമാണ്? സെക്കൻഡ് സബ്ജക്ട് അനുസരിച്ച് വെർബ് വേണമെന്ന് പറയുന്നത് ആർക്കൊക്കെ ബാധകമാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്. ഏതൊക്കെ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന സെന്റൻസുകൾക്ക്, അല്ല എങ്കിൽ നൈദർ നോർ വരുന്ന സെന്റൻസുകൾക്ക്. എന്താണ്? നൈദർ നോർ. നൈദർ നോർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരണേ? ഇതുമില്ല അതുമില്ല എന്നുള്ള കാണിക്കാനാണ് നൈദർ നോർ എന്ന് പറയുന്നത്. അല്ല എങ്കിൽ ഐദർ ഓർ വരുന്ന സെന്റൻസുകൾക്ക്. ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരണേ? ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന ഈ 3 ടൈപ്പ് സെന്റൻസുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് സെക്കൻഡ് സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ടൈപ്പ് കൺജങ്ഷൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനാണ്. നേരത്തെ ആസ് വെൽ ആസ് വന്നപ്പോ നമ്മൾ എന്താ പറയുക? നമ്മള് ഫസ്റ്റ് സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറയും അല്ലെ. ആസ് വെൽ ആസ് പോലെ തന്നെ ഒരു 10-15 വാക്കുകളുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി സമയം കളയുന്നില്ല. ഞാൻ PDF തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ ഇതിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്താണ് പറഞ്ഞതെന്ന് നോക്കിക്കോളൂ. neither he or them. neither he nor them dash happy. ഈസ് ഹാപ്പിയാണ് വരിക, ആർ ഹാപ്പിയാണ് വരിക? neither he nor them dash happy. അവരും ഹാപ്പി അല്ല, അവരും ഹാപ്പി അല്ല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നൈദർ നോർ കോമ്പിനേഷൻ ആണ്. നൈദർ നോർ കോമ്പിനേഷൻ ആണെങ്കിൽ ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഈക്കാണോ സെക്കൻഡ് സബ്ജക്റ്റ് ആയിട്ടുള്ള ദമ്മിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും സെക്കൻഡ് സബ്ജക്റ്റ് ആയിട്ടുള്ള ദമ്മിന് പ്രിഫറൻസ് കൊടുക്കണം. ദം പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ എന്റെ വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ഫോമിലുള്ള വെർബ് വരണം. അപ്പൊ ഞാൻ എന്ത് പറയണം? ഞാൻ ആറാണോ പറയേണ്ടത്, ഈസ് ആണോ പറയേണ്ടത്? ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ആറ് പറയണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നൈദർ ഹി നോർ ദം ആർ ഹാപ്പി എന്ന് വേണം പറയാനായിട്ട്. ക്ലിയർ ആണ്? നമ്മളിപ്പോ എത്ര റൂൾസ് പഠിച്ചു? നമ്മള് 6 റൂൾസ് നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും തറവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്. neither dancers are fit എന്ന് ഞാൻ പറയാണ്. ഇതില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം. കഴിഞ്ഞ റൂള് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ റൂള് എന്താണ്? നൈദർ നോർ എന്നുള്ള കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഐദർ ഓർ എന്നുള്ള കോമ്പിനേഷൻ, അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നുള്ള കോമ്പിനേഷൻ. ഇവിടെ എന്താണ്? ഇവിടെ വെറും ഒരു നൈദർ മാത്രമേ വരുന്നുള്ളൂ. നൈദറോ അല്ലെങ്കിൽ ഐദറോ അല്ലെങ്കിൽ ഈച്ചോ എവരി ഒക്കെ വരുമ്പോൾ എന്താണ് കോമ്പിനേഷൻ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നൈദർ ഡാൻസേഴ്സ് ആർ ഫിറ്റ് എന്ന് ഞാൻ പറയുന്നു. ശരിയാണോ തെറ്റാണോ? നൈദർ ഡാൻസേഴ്സ് ആർ ഫിറ്റ്. നൈദർ ഡാൻസേഴ്സ് ആർ ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് 2 പേരും ഫിറ്റ് അല്ല എന്ന് പറയാണ് അല്ലെ. എന്റെ ടീമില് 2 ഡാൻസേഴ്സ് ഉണ്ട്, 2 പേരും ഫിറ്റ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതി നൈദർ ഡാൻസേഴ്സ് ആർ ഫിറ്റ് എന്ന് പറയുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയും. ഇത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
കാരണം നൈദർ വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ വരുന്നതായിട്ടുള്ള സബ്ജക്ട് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, നൈദർ ഡാൻസർ എന്ന് ഞാൻ പറയാൻ പാടില്ല, നൈദർ ഡാൻസേഴ്സ് എന്ന് വേണം ഞാൻ പറയാനായിട്ട്. അപ്പൊ പിന്നാലെ വരുന്ന സബ്ജക്ട് പ്ലൂറൽ ആയിരിക്കണം, പക്ഷെ അതിന് ശേഷം വരുന്നതായിട്ടുള്ള വെർബ് എന്തായിരിക്കണം? വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ആർ എന്ന് പറയാൻ പാടില്ല, പകരം എന്ത് വേണം പറയാനായിട്ട്? ഞാൻ ഈസ് ഫിറ്റ് എന്ന് വേണം ഞാൻ പറയാനായിട്ട്. നൈദർ ഡാൻസേഴ്സ് ഈസ് ഫിറ്റ് ആണ് കറക്റ്റ് ആൻസർ. അതേപോലെ തന്നെ ഞാൻ പറയാണ് ഐദർ ഡാൻസേഴ്സ്, ഐദർ ഡാൻസേഴ്സ് ഈസ് ഫിറ്റ് ആണോ വരണേ, ആർ ഫിറ്റ് ആണോ വരണേ? അവിടെയും എന്താ വരേണ്ടത്? ഈസ് ഫിറ്റ് എന്ന് വേണം വരാനായിട്ട്. അപ്പൊ നൈദർ വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഐദർ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഞാൻ പറയാണ് വേറൊരു വാക്ക് ഞാൻ പറയാണ് എവരി എന്നുള്ള വാക്ക് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. എവരി, എവരി, എവരി എന്നുള്ള വാക്ക്, എവരിബഡി അല്ലെങ്കിൽ എവരി ഇങ്ങനെ പറഞ്ഞു വിചാരിക്കാം. എവരി ബോയ് ആൻഡ് എവരി ഗേൾ എന്ന് പറഞ്ഞു വിചാരിക്കാം. ഓരോ ആൺകുട്ടിയും ഓരോ പെൺകുട്ടിയും എന്ന് പറഞ്ഞു വിചാരിക്കാം. ഓക്കെ, ഡാഷ് ഫിറ്റ് എന്ന് പറയാണ്. ഈസ് ഫിറ്റ് എന്നാണോ പറയേണ്ടത്, ആർ ഫിറ്റ് എന്നാണോ പറയേണ്ടത്? എവരി ബോയ് ആൻഡ് എവരി ഗേൾ. ഇവിടെ നോക്കൂ, എവരി ബോയ് ആൻഡ് എവരി ഗേൾ എന്ന് പറയുമ്പോൾ ഓരോ ആൺകുട്ടിയും അതേപോലെ ഓരോ പെൺകുട്ടിയും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഓരോരുത്തരായിട്ടാണ് എടുത്ത് പറയുന്നത്, മൊത്തമായിട്ടല്ല ഞാൻ പറയുന്നത്. എന്താണ്? എവരിബഡി എന്നുള്ള വാക്കൊന്നല്ല ഇവിടെ യൂസ് ചെയ്യണേ. ഞാൻ ഇവിടെ എന്താ പറയണേ? ഞാൻ എവരി ബോയ് ആൻഡ് എവരി ഗേൾ, ഓരോ ആൺകുട്ടിയും ഓരോ പെൺകുട്ടിയും എന്നാണ് പറയുന്നത്. ഓരോന്നിനും ഞാൻ സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ വെർബ് എന്ത് വരണം? എന്റെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമിലുള്ള വെർബ് വേണം. ഈസ് ഫിറ്റ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഈ പറഞ്ഞ റൂൾ ഒന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കുറച്ച് സബ്ജക്ട്സുകൾ നമുക്ക് തരുന്നതാണ് അല്ലെ. അപ്പൊ ചില സബ്ജക്ട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും, ചില സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ചിലപ്പോ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഏത് സബ്ജക്റ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്, ഏത് സബ്ജക്റ്റിനെയാണ് നമ്മൾ രണ്ടാമത് പറയേണ്ടത് എന്നുള്ളതിന് ഒരു റൂൾ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറൽ ഫോമിലുള്ള സബ്ജക്ട്സ് ആവുമ്പോൾ അതിന് നമ്മൾ എപ്പോഴും എന്ത് എഴുതണം? നമ്മൾ രണ്ടാമത് എഴുതണം എന്നാണ് അതിന്റെ റൂള് വരുന്നത്. ഇപ്പോ ഹി എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. അവനും അവന്റെ കൂട്ടുകാരും ചേർന്ന് കളിക്കാൻ പോയി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് പൈസ വാങ്ങാനായിട്ട് പോയി എന്നൊക്കെ പറയാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മള് ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഹി എന്ന് വേണോ നമ്മൾ പറയാനായിട്ട്? ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്നാണോ പറയേണ്ടത്, അതോ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഹി എന്നാണോ പറയേണ്ടത്? തീർച്ചയായിട്ടും സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റും പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ സിംഗുലർ ഫോമുലർ സബ്ജക്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എന്താ വരണ്ടേ? ഹി എന്ന് പറയണം ആദ്യം നമ്മള്. ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്നൊക്കെ വേണം പറയാനായിട്ട്. ഒരിക്കലും നമ്മൾ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഹി ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് നമ്മൾ പറയാനായിട്ട് പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെന്റൻസിൽ യു വന്നു, ഐ വന്നു, അല്ലെങ്കിൽ ഹി വന്നു എന്ന് വിചാരിക്കുക. യു വന്നു, ഐ വന്നു, ഹി വന്നു. യു എന്ന് പറയുന്നത് ആരാണ്? യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. ഐ എന്ന് പറയുന്നത് ആരാണ്? ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഹി എന്ന് പറയുന്നത് ആരാണ്? ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അല്ലെ, തേർഡ് പേഴ്സൺ ആണ്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ നൗണും വന്നു, ഒരു സെക്കൻഡ് പേഴ്സൺ നൗണും വന്നു, ഒരു തേർഡ് പേഴ്സൺ നൗണും വന്നു എങ്കിൽ ഇതിൽ ആരെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത്? സെക്കൻഡ് പേഴ്സൺ വന്നു, ഫസ്റ്റ് പേഴ്സൺ വന്നു, അതേപോലെ ഒരു തേർഡ് പേഴ്സൺ വന്നു എന്ന് വിചാരിക്കാം. ഇതിൽ ആരെ വേണം നമ്മൾ ആദ്യം പറയാനായിട്ട്? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സെന്റൻസ് പറയാം വിചാരിക്കാം. യു, ഹി ആൻഡ് ഐ, യു, ഹി ആൻഡ് ഐ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ പറയണം. യു, ഹി ആൻഡ് ഐ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ ആദ്യം ഞാൻ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഞാനിവിടെ സെക്കൻഡ് പേഴ്സൺ നൗൺ ഉപയോഗിച്ചു, പിന്നെ ഇവിടെ തേർഡ് പേഴ്സൺ നൗൺ ഉപയോഗിച്ചു ഞാൻ. അത് കഴിഞ്ഞ് എന്ത് ഉപയോഗിച്ചു? ഞാൻ
ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള നൗൺ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയണം. ഒരു സെന്റൻസിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നൗൺ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എനിക്ക് എഴുതാൻ പറ്റുക? അതോ ഏത് ഓർഡർ ആയാലും കുഴപ്പമില്ലാതാണോ അതിന്റെ അർത്ഥം വരുന്നത്? അല്ല, അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഓർഡർ ഉണ്ട്. എപ്പോഴും നമ്മൾ സെക്കൻഡ് പേഴ്സണെ ആദ്യം കൊണ്ടുവരണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് പേഴ്സണെ കൊണ്ടുവരണം, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫസ്റ്റ് പേഴ്സണെ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പോ യു, ഹി ആൻഡ് ഐ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സെക്കൻഡ് പേഴ്സൺ വന്നു, തേർഡ് പേഴ്സൺ വന്നു, ഫസ്റ്റ് പേഴ്സൺ വന്നു. ഇതേ ഓർഡറിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യു, ഹി ആൻഡ് ഐ, യു, ഹി ആൻഡ് ഐ ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം എന്ന് പറയാന്ന് വിചാരിക്കുക. യു, ഹി ആൻഡ് ഐ ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു നിങ്ങൾ. ഞാൻ ആദ്യം എന്തുപയോഗിച്ചു? ആദ്യം ഞാൻ സെക്കൻഡ് പേഴ്സൺ ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് ഞാൻ തേർഡ് പേഴ്സൺ ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കണം എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഈ വാചകം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. നീ ഹാവിന് പകരം ഹാസ് ആണോ കൊണ്ടുവരേണ്ടത്? അല്ല, ഇവിടെ 3 ആൾക്കാരുണ്ട് അല്ലെ, നീയുണ്ട്, ഞാനും ഉണ്ട്, അവരും ഉണ്ട് അല്ലെ. 2-ലധികം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്ലൂറൽ ഫോമുള്ള വെർബാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു, അതൊന്നും തെറ്റ് വരുന്നില്ല. പക്ഷെ എന്താണ് ഈ ക്വസ്റ്റ്യന്റെ തെറ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ എന്താണ് തെറ്റായിട്ട് വരുന്നത്? തെറ്റായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ എഴുതാനായിട്ട് പാടില്ല. പകരം എങ്ങനെ വേണം എഴുതാനായിട്ട്? ഐ, യു ആൻഡ് ഹി, ഐ, യു ആൻഡ് ഹി ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റുമോ? ഞാനിവിടെ എന്താണ് നമ്മുടെ നൗണുകളുടെ, നമ്മുടെ പ്രൊണൗൺസിന്റെ ഒക്കെ ഞാൻ എന്ത് മാറ്റി? ഓർഡർ മാറ്റി എന്നുള്ളതാണ് അല്ലെ. ഓർഡർ മാറ്റി. എന്താണ് ഇവിടെ ഓർഡർ വന്നിരിക്കുന്നത്? ആദ്യം ഞാൻ എന്തിട്ടു? ആദ്യം ഞാനിവിടെ ഫസ്റ്റ് പേഴ്സണെ കൊണ്ടിട്ടു, പിന്നെ ഞാനിവിടെ സെക്കൻഡ് പേഴ്സണെ കൊണ്ടിട്ടു, പിന്നെ ഞാനിവിടെ തേർഡ് പേഴ്സണെ കൊണ്ടിട്ടു എന്നുള്ളതാണ്. ആണല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ കാരണം? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേ ഉള്ളൂ. 3 to 1 എന്ന് പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. തേർഡ് പേഴ്സൺ കഴിഞ്ഞിട്ട് സെക്കൻഡ് പേഴ്സൺ കഴിഞ്ഞിട്ട് വേണം ഫസ്റ്റ് പേഴ്സൺ വരാനായിട്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടാൻ കാരണം? ഫസ്റ്റ് പേഴ്സൺ കഴിഞ്ഞിട്ട് സെക്കൻഡ് പേഴ്സൺ കഴിഞ്ഞ് തേർഡ് പേഴ്സൺ എന്ന് ഇടാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിക്ക് അനുസരിച്ച് വേണം നമ്മുടെ ഈ പറഞ്ഞ പ്രൊണൗൺസിന്റെ ഓർഡർ തീരുമാനിക്കാനായിട്ട്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു നല്ല പ്രവൃത്തിയാണെങ്കിൽ, ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഓർഡർ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു പൊട്ട പ്രവൃത്തിയാണെന്ന് വിചാരിക്കുക, ഒരു മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. ഞാനിപ്പോ ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഞാനൊരു ബാങ്ക് റോബറി ഞാൻ നടത്തിയെന്ന് വിചാരിക്കുക. ഇതൊക്കെ മോശപ്പെട്ട കാര്യമാണ് അല്ലെ. മോശപ്പെട്ട കാര്യമാകുമ്പോൾ നല്ല കാര്യം വരുമ്പോൾ എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് അവസാനത്തേക്ക് വേണം വെക്കാം അല്ലെ. നമുക്കുള്ള ക്രെഡിറ്റ് നമ്മൾ അവസാനം വെക്കണം. അതുകൊണ്ടാണ് 1 എന്ന് പറയുന്നത് ലാസ്റ്റ് വരാനുള്ള കാരണം. പക്ഷെ ഒരു പൊട്ട പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ആ കുറ്റം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് അല്ലെ. ഒരു മോശം പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് വരേണ്ട ഓർഡർ എന്താണ്? ആദ്യം ഫസ്റ്റ് പേഴ്സൺ, അത് കഴിഞ്ഞ് സെക്കൻഡ് പേഴ്സൺ, അത് കഴിഞ്ഞ് തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ വേണം ഇത് വരാനായിട്ട്. ഇതൊന്ന് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആണ്? നമ്മുടെ റൂൾ നമ്പർ 8 ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം ഇതാണ്, പഠിച്ചു വെക്കുക. ഇനി വേണമെങ്കിൽ റൂൾ നമ്പർ 9 ആയിട്ട് നമുക്ക് ഒരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ബോത്ത് ആൻഡിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൂൾ നമ്പർ 9 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയാം. അതായത് ബോത്ത് ആൻഡ് ഉള്ള കോമ്പിനേഷനിൽ സെന്റൻസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. എപ്പോഴും വെർബ് പ്ലൂറൽ ആയിരിക്കണം. അതേപോലെ തന്നെ അവിടെ നെഗറ്റീവ് വേർഡ് വരാനായിട്ട് പാടില്ല. നോ നെഗറ്റീവ് വേർഡ്. ഇത് നമ്മുടെ അടുത്ത റൂൾ ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നോ നെഗറ്റീവ് വേർഡ് എന്ന് പഠിച്ചു വെക്കുക. എന്താണ്? ബോത്തും ആൻഡും വരികയാണെങ്കിൽ നമ്മുടെ വെർബ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കണം. ഇപ്പൊ ഞാൻ പറയാണ്, ബോത്ത് രവി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്രസന്റ് എന്ന് പറയാണ് അല്ലെ. പറഞ്ഞോളൂ എനിക്ക്. ബോത്ത് രവി
ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്രസന്റ് എന്നാണ് പറയുന്നത് അല്ലെ. ആറാണ് പറയണത് അല്ലെ, ഈസ് അല്ല പറയണത് ഞാൻ, ആർ പ്രസന്റ് എന്നുള്ളതാണ് പറയുന്നത് ഞാൻ. ഓക്കെ, ഇനി ബോത്ത് രവി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ നോട്ട് പ്രസന്റ് എന്ന് പറയാൻ പാടുള്ളൂ. ഞാൻ നോട്ട് പ്രസന്റ് എന്ന് ഞാൻ അവിടെ പറയാനായിട്ട് പാടില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി, അത് തെറ്റായി എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്. 9 റൂൾസ് നമ്മൾ പഠിച്ചു. നമുക്ക് 10ാമത്തെ റൂൾ നമുക്ക് പഠിക്കാവുന്നതാണ്. ഏകദേശം ഒരു 150ഓളം റൂൾസ് ഉണ്ട്. 150ഓളം റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ എൻറ്റയർ ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് പഠിച്ചു പോവാം എന്നുള്ളതാണ്. ക്ലിയർ ആണേ. 9 റൂൾസ് പഠിച്ചേ. റെഡി ആണെങ്കിൽ നമുക്ക് ഒരു റൂളും കൂടെ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള സമയം നമുക്കുണ്ട്. നോക്കിക്കോളൂ. ഞാനിപ്പോ ഒരു സെന്റൻസ് പറയാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ പറയുക. നോക്കിക്കോളൂ. I bought 2 pairs of shoes. ശരിയാണോ തെറ്റാണോ എന്ന് പറയണം കേട്ടോ. I bought 2 pairs of shoes എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. പേഴ്സ് എന്ന് പറയുമോ, ജോഡികൾ എന്ന് പറയുമോ, അതോ നമ്മള് പെയർ എന്നാണോ പറയേണ്ടത്? ഞാൻ 2 ജോഡി ഷൂ വാങ്ങി, അതായത് മൊത്തം 4 വാങ്ങി, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പെയർ എന്നാണോ പറയേണ്ടത്, പേഴ്സ് എന്നാണോ പറയേണ്ടത്? ഐ ബോട്ട് 2 pairs of shoes ആണോ 2 pair of shoes ആണോ കറക്റ്റ് ആൻസർ? നിങ്ങളൊന്ന് ആലോചിച്ച് പറയൂ. പറയാ എന്തായിരിക്കും വരിക? തീർച്ചയായിട്ടും അവിടെ ആൻസർ എന്ന് പറയുന്നത് ഐ ബോട്ട് 2 pair of shoes എന്നാ ഞാൻ പറയാനായിട്ട് പാടുള്ളൂ. 2 pair of shoes എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്താണ് റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും പേഴ്സ് എന്ന് പറഞ്ഞ വാക്ക് ഇല്ലേ, അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് ഷൂസ് നിങ്ങൾ വാങ്ങിയെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങളൊരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആണെന്ന് വിചാരിക്കുക. സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡ്രില്ലിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളൊരു 50 ജോഡി നിങ്ങൾ ഷൂസ് വാങ്ങിയെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുമ്പോൾ എന്താണ്, എത്ര ജോഡി ഷൂസ് നിങ്ങൾ വാങ്ങിയെന്ന് എങ്ങനെയായിരിക്കും ചോദിക്കുക? ഞാൻ ഹൗ മെനി പെയർസ്, ഓക്കെ, how many pairs of shoes did you buy എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഇത് ശരിയാണോ തെറ്റാണോ? how many pairs of shoes did you buy? ഇവിടെ ഞാൻ പേഴ്സ് ആണ് പറയുന്നത്. ഞാൻ ഇവിടെ 2 പെയർ വന്നിട്ട് ഞാൻ എന്താണ് 2 pairs എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നു. 2 pairs എന്ന് പറയാൻ പാടില്ല, 3 pairs എന്ന് പറയാൻ പാടില്ല, 4 pairs എന്ന് പറയാൻ പാടില്ല, എന്നൊക്കെയാണ് എന്റെ റൂൾ. പക്ഷെ ഇവിടെ ഞാൻ how many pairs എന്നാണ് പറയുന്നത്. ഞാൻ ഇത് ശരിയാണ്, ഇത് കറക്റ്റ് ആണ്. എന്തായിരിക്കും അതിന്റെ ലോജിക് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് ലോജിക് എന്ന് മനസ്സിലായോ? നോക്കൂ, പെയർ എന്ന് പറയുന്നതിന്റെ മുമ്പിലായിട്ട് ഒരു നമ്പർ വന്നിട്ടുണ്ട് എങ്കിൽ, അതായത് 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞ് ഒരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പെയർ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, പേഴ്സ് എന്ന് പറയാനായിട്ട് പാടില്ല. അപ്പൊ ഇവിടെ 2 വന്നത് കൊണ്ട് തന്നെ ഐ ബോട്ട് 2 വന്നത് കൊണ്ട് എനിക്ക് അവിടെ അതിനുശേഷം എന്ത് പറയാൻ പാടില്ല? ഞാൻ പേഴ്സ് എന്ന് പറയാൻ പാടില്ല. ഐ ബോട്ട് 2 pair of shoes, ഐ ബോട്ട് 4 pair of shoes, ഐ ബോട്ട് 6 pair of shoes എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്തൊരു നമ്പർ ആണ് അല്ലെ. ഈ നമ്പറിനെ നമ്മൾ എപ്പോഴും സിംഗുലർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതുകൊണ്ട് നമ്മൾ പെയർ എന്നേ പറയാൻ പാടുള്ളൂ. പക്ഷെ ഈ എക്സാമ്പിൾ ഇവിടെ എന്ത് വന്നിരിക്കുന്നു? ഇവിടെ നമ്പർ പറയുന്നില്ല, മെനി എന്നാണ് ചോദിക്കുന്നത് അല്ലെ. മെനി എന്ന് പറയുമ്പോൾ 2, 3, 4, 5 എന്ന് പറഞ്ഞ നമ്പർ ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എനിക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? എനിക്ക് പേഴ്സ് എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ പെയർ യൂസ് ചെയ്യണം. നമ്പർ അല്ലാതെ എത്ര എണ്ണം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? അവിടെ ഞാൻ പേഴ്സ് എന്നുള്ളത് വേണം ഞാൻ അവിടെ യൂസ് ചെയ്യാനായിട്ടുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഇത്രയും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിന്റെ അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. എ പെയർ ഓഫ് ഷൂസ് ശരിയാണോ തെറ്റാണോ? എ പെയർ ഓഫ് ഷൂസ്, എ
ഇവിടെ നമ്പർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലെ. 1 പെയർ എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ എ പെയർ എന്ന് പറയുന്നത്. അപ്പൊ 1 2 3 എന്നുള്ള നമ്പർ ഉപയോഗിച്ചില്ലെങ്കിലും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ പെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പെയർസ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എ പെയർ ഓഫ് ഷൂസ് ഡാഷ് മിസ്സിംഗ് എന്നാണ് സെന്റൻസ് വിചാരിക്കുക. ഓക്കെ, അവിടെ എന്താണ് വരേണ്ടത്? വാസ് ആണോ വരേണ്ടത്, ബെയർ ആണോ വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയും. എ പെയർ ഓഫ് ഷൂസ്. എ പെയർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞാൽ 2 ഷൂകൾ ഉണ്ട് അല്ലെ. ഒരു പെയർ, ഒരു സെറ്റ് ആണ്. അവിടെ 2 ഷൂകൾ ഉണ്ട് എന്ന് ആണെങ്കിൽ പോലും അവിടെ ഞാൻ എന്താ യൂസ് ചെയ്യേണ്ടത്? വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഞാൻ ബെയർ ആണ് യൂസ് ചെയ്യേണ്ടത് ഒന്ന് പറയാം. ഓക്കെ, അപ്പോ ഇതിന്റെ റൂൾ ഇത്രയാണ് വരുന്നത്. എ പെയർ എന്നാണ് വരുന്നതെങ്കിൽ, എ പെയർ ഓഫ് എന്നാണ് വരുന്നതെങ്കിൽ എ പെയർ ഓഫ് എന്ന് വരുന്നു. അല്ല എങ്കിൽ ഈച്ച് ഓഫ് എന്ന് പറഞ്ഞു വരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഐദർ ഓഫ് എന്ന് പറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ നൈദർ ഓഫ് എന്ന് പറഞ്ഞു വരുന്നു. ഓക്കെ, അല്ലെങ്കിൽ വൺ ഓഫ് എന്ന് പറഞ്ഞു വരുന്നു. അല്ല എങ്കിൽ എവറി വൺ ഓഫ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. എന്താണ്? എ പെയർ ഓഫ്, ഈച്ച് ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, വൺ ഓഫ്, എവരി വൺ ഓഫ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നതെങ്കിൽ എല്ലായ്പ്പോഴും നമ്മളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എല്ലായ്പ്പോഴും നമ്മുടെ ഇതിന്റെ പിന്നാലെ വരുന്ന നൗൺ എന്തായിരിക്കണം? ഇതിന്റെ പിന്നാലെ വരുന്ന നൗൺ എപ്പോഴും നമ്മൾ പ്ലൂറലിൽ വേണം പറയാനായിട്ട് അല്ലെ. ഷൂസ്, പെൻസ്, കാറ്റ്സ്, അല്ലെങ്കിൽ എന്താ മൊബൈൽസ് എന്നൊക്കെ വേണം പറയാനായിട്ട് കേട്ടോ. ഈച്ച് ഓഫ് ദി മൊബൈൽസ്, ഐദർ ഓഫ് ദ മൊബൈൽസ്, നൈദർ ഓഫ് ദ പെൻസ് എന്ന് വേണം പറയാൻ. അപ്പൊ പിന്നാലെ വരുന്നതായിട്ടുള്ള നൗൺ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അതിനുശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഐദർ ഓഫ് ദ പെൻസ് ഈസ് നോട്ട് വർക്കിംഗ് എന്ന് വേണം പറയാനായിട്ട്. എന്താണ്? ഐദർ ഓഫ് ദ പെൻസ്. അപ്പൊ പെൻസ് എന്നുള്ളത് ഞാൻ പ്ലൂറലിൽ പറഞ്ഞു. ഐദർ ഓഫ് ദ പെൻസ് ആർ നോട്ട് വർക്കിംഗ് എന്ന് പറയാൻ പാടില്ല. എന്ത് വേണം പറയാനായിട്ട്? ഈസ് നോട്ട് വർക്കിംഗ് എന്ന് വേണം പറയാനായിട്ട്. ഇനി എവരി വൺ ഓഫ് ദം, എവരി വൺ എന്ന് പറയാം അല്ലെ. എവരി വൺ ഓഫ് ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ദം എന്ന് പറയുന്നതാണ് പ്ലൂറൽ ഫോമിലുള്ള നൗൺ ആണ്. എവരി വൺ ഓഫ് ദം ഡാഷ് നോട്ട് അറ്റൻഡിങ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. എവരി വൺ ഓഫ് ദം എല്ലാവരും തന്നെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എവരി വൺ ഓഫ് ദം ഡാഷ് നോട്ട് അറ്റൻഡിങ് ദ മീറ്റിംഗ് എന്തായിരിക്കും വരിക? ഈസ് ആണോ വരേണ്ടത്, ആറാണോ വരേണ്ടത്? റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എവരി വൺ ഓഫ് ആണ്. എവരി വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ പിന്നാലെ എന്ത് വരണം? പിന്നാലെ നമ്മുടെ പ്ലൂറൽ ഫോമുള്ള നൗൺ വരണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ ദം യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പൊ എവരി വൺ ഓഫ് ദം. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആർ നോട്ട് അറ്റൻഡിങ് എന്ന് പറയാൻ പാടില്ല. പകരം എന്ത് പറയണം? എവരി വൺ ഓഫ് ദം ഈസ് നോട്ട് അറ്റൻഡിങ് ദ മീറ്റിംഗ് എന്ന് വേണം പറയാനായിട്ട്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്നതാണെന്നും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഒരു 10 റൂൾസ് നമ്മൾ പഠിച്ചു നമ്മൾ അല്ലെ. ഈ 10 റൂൾസിൽ ഒരു പക്ഷെ പല റൂൾസും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിന്റെ റൂൾ വൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ അതിന്റെ റൂൾ വൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എന്താണ് എക്സാമ്പിൾസ് വരണ്ടേ എന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നു. ക്ലിയർ ആണ്? ഈ 10 എണ്ണം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. നമുക്ക് ഓരോ ക്ലാസ്സിലും ഇതുപോലെ നമുക്ക് കുറച്ച് റൂൾസ് രീതിയിൽ പഠിച്ചു പോവാം. വൺസ് നമ്മൾ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് വളരെ ലളിതമായിട്ട് ഇതുപോലെയുള്ള കുട്ടി കുട്ടി റൂൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ. ഞാൻ പറഞ്ഞു തന്ന റൂൾസ് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലാസ്സിൽ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം. ഒന്നും കൂടെ ഈ ക്ലാസ് എടുത്ത് കാണുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി നമുക്ക് ഇതിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ക്ലാസ്സിലും ഈ ക്ലാസ് നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലും ഇതേപോലെ നമുക്ക് ഒരു സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് ഒന്ന് പഠിക്കാം. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മകൾ നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ മാറ്റി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കുറച്ച് റൂൾസ് ഒക്കെ എടുത്ത് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഈ ക്ലാസ്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താലും മതി. ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ, ചോദിച്ചോളൂ.